എല്ലാം ഒറ്റയ്ക്ക് സഹിക്കണ്ട. ഞാനുണ്ടല്ലോ നിന്റെ മനസ്സിന് സമാധാനം തരാൻ. നിന്റെ ഹൃദയം ഇപ്പോൾ തളർന്നിരിക്കാം, പക്ഷേ ഞാൻ നിന്നെ വിട്ടുകളയില്ല. ഇന്ന് എന്ത് സംഭവിക്കുമെന്ന് പേടിക്കണ്ട. എന്ത് സംഭവിച്ചാലും ഞാൻ നിനക്കൊപ്പം നടക്കും. ആരും മനസ്സിലാക്കുന്നില്ലെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ നിന്റെ ഹൃദയം പൂർണ്ണമായി അറിയുന്നു. കരയാൻ തോന്നുമ്പോൾ കരയൂ, പക്ഷേ പ്രത്യാശ കൈവിടരുത്. ഞാൻ അടുത്തുണ്ട്. നിന്റെ ജീവിതം അവസാനിച്ചിട്ടില്ല. ഞാൻ ഇനിയും നിനക്കായി നല്ലതൊരുക്കുന്നുണ്ട്. ലോകം നിനക്ക് ഭയം നൽകും, പക്ഷേ ഞാൻ നിനക്ക് സമാധാനമാണ് നൽകുന്നത്. നിന്റെ മനസ്സിപ്പോൾ അലമുറയിടുന്നുണ്ടോ? എൻ്റെ അടുക്കൽ വരൂ, ഞാൻ നിന്നെ ശാന്തമാക്കാം. എല്ലാവരും നിന്നെ മറന്നാലും ഞാൻ ഒരിക്കലും നിന്നെ മറക്കില്ല. രാത്രിയിൽ ഉറങ്ങാൻ പോലും കഴിയുന്നില്ലേ? നിന്റെ ഭയങ്ങൾ എനിക്കേൽപ്പിക്കൂ. നീ തകർന്നുപോയെന്ന് കരുതണ്ട. ഞാൻ ഇപ്പോഴും നിന്നെ പുനർനിർമ്മിക്കുകയാണ്. മകനെ, മകളെ, നിങ്ങളുടെ കണ്ണുനീർ ഞാൻ കാണുന്നുണ്ട്. ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. നിന്റെ ഹൃദയം തകർന്നിരിക്കാം, പക്ഷേ എൻ്റെ സ്നേഹം നിന്നെ വീണ്ടും ഉയർത്തും. ലോകം നിന്നെ മനസ്സിലാക്കാതിരുന്നാലും ഞാൻ നിന്നെ പൂർണ്ണമായി അറിയുന്നു. ക്ഷീണിച്ച ഹൃദയവുമായി എൻ്റെ അടുക്കൽ വരൂ, ഞാൻ നിനക്ക് സമാധാനം തരാം. നീ ഒറ്റപ്പെട്ടവനല്ല. ഓരോ നിമിഷവും ഞാൻ നിന്റെ കൈ പിടിച്ചിരിക്കുന്നു. കരയേണ്ട മകനെ, നിന്റെ ജീവിതത്തിന് ഇപ്പോഴും ഒരു മനോഹരമായ പദ്ധതി എനിക്കുണ്ട്. നിന്റെ മുറിവുകൾ ഞാൻ അറിയുന്നു. എൻ്റെ സ്നേഹം അവയെ സുഖപ്പെടുത്തും. ഇരുണ്ട രാത്രികൾ കഴിഞ്ഞു പോകും. എൻ്റെ വെളിച്ചം നിന്റെ ജീവിതത്തിൽ ഉദിക്കും. നിങ്ങളുടെ കുടുംബത്തിൽ സ്നേഹവും ക്ഷമയും ഉണ്ടാകട്ടെ. പരസ്പരം സ്നേഹിക്കുന്ന വീട്ടിൽ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടാകും. പ്രാർത്ഥനയുള്ള കുടുംബം ഇരുളിൽ പോലും തളരുകയില്ല. ദൈവത്തെ മുൻപിൽ വെക്കുന്ന വീട് സമാധാനത്തോടെ നിറയും. കൂട്ടുകാരനെ സ്നേഹിക്ക എന്നും ശത്രുവിനെ പകയ്ക്ക എന്നും അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നതു, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്കു വേണ്ടി പ്രാർത്ഥിപ്പിൻ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കുവിൻ. അതാണ് എൻ്റെ കൽപ്പന. നിങ്ങളുടെ ജീവിതത്തിനായി ഞാൻ നല്ല കാര്യങ്ങളാണ് ആലോചിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് പ്രത്യാശയും നല്ലൊരു ഭാവിയും ലഭിക്കേണ്ടതെന്നാണ് എൻ്റെ പദ്ധതികൾ. നിങ്ങളെ തകർക്കാനോ ദോഷം ചെയ്യാനോ അല്ല, നന്മയിലേക്കും അനുഗ്രഹത്തിലേക്കും നയിക്കാനാണ് ഞാൻ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. നിന്റെ ഈ ആശങ്കയും കണ്ണീരും ഞാൻ കാണുന്നുണ്ട് മകളെ. നീ തളരരുത്. ലോകം ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ കൈവിടുകയില്ല. നിന്റെ ജീവിതത്തിന് എനിക്കൊരു വലിയ ഉദ്ദേശമുണ്ട്. ഇന്ന് നീ കരയുന്നിടത്ത് നാളെ ഞാൻ സാക്ഷ്യമുയർത്തും. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടൊപ്പമുണ്ട്. ഭയപ്പെടേണ്ട. നീ ഇപ്പോൾ കടന്നു പോകുന്നത് ഒരു ഇരുണ്ട കാലഘട്ടമായിരിക്കാം, പക്ഷേ നിന്റെ ജീവിതത്തിൽ ഒരു പുതിയ വഴി ഞാൻ തുറക്കുന്നു. നീ തളരരുത്, കാരണം നിന്റെ കഥ ഇതോടെ അവസാനിക്കുന്നില്ല. ഇതൊരു പുതിയ തുടക്കമാണ്. ഉപ്പ് നല്ലത് തന്നെ. ഉപ്പ് കാരമില്ലാതെ പോയാൽ എന്തൊന്നുകൊണ്ടു അതിനു രസം വരുത്തും? ഗുണമില്ലാത്ത ഉപ്പിനെ നിലത്തിനും വളത്തിനും കൊള്ളുന്നതല്ല, അതിനെ പുറത്തു കളയും. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം എന്നാകുന്നു എൻ്റെ കൽപ്പന. നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കയില്ല. നിന്നെ കാക്കുന്നവൻ മയങ്ങുകയുമില്ല. നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കും. സന്തോഷം തേടി ഓടേണ്ട. നിന്നിലുള്ള നല്ലതിനെ തിരിച്ചറിയുമ്പോൾ സന്തോഷം നിന്നെ തേടി വരും. സന്തോഷം വലിയ കാര്യങ്ങളിലല്ല,
ചെറിയ നിമിഷങ്ങളെ മനസ്സോടെ ജീവിക്കുമ്പോഴാണ് യഥാർത്ഥ സന്തോഷം ജനിക്കുന്നത്.